ഏറ്റവും ആദരണീയനായ വാഴക്കലച്ചനെ പോലുള്ള വൈദികരുടെ സാന്നിധ്യത്തിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ദൈവം എന്നെ ഇടയാക്കി തോർത്ത് ആദ്യമേ ദൈവത്തെ സ്തുതിക്കട്ടെ. ആദ്യമായല്ല പൊങ്ങന്താനം പള്ളിയിൽ ഞാൻ വരുന്നത്. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതുപോലെ ഞാലിയാകുഴിയിൽ ദേറായിൽ നിൽക്കുമ്പോൾ ഞാൻ ആദ്യമായി ഞാലിയാകുഴിയിൽ വന്ന വർഷമാണ് ആദരണീയനായ ഷെറി അച്ഛൻ്റെ പിതാവ് ലോകത്തോട് വിട പറയുന്നത്. അന്നാണ് ഞാൻ ആദ്യമായി ഈ ദേവാലയത്തിൽ വരുന്നത്. തുടർന്ന് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഇത്തരണത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പൊങ്ങന്താനം പള്ളി എന്തുകൊണ്ടും ധന്യമാണ്. അത് പറയാൻ കാരണം നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ നാമത്തിൽ ഈ മണ്ണിൽ ഒരു ദേവാലയം നിർമ്മിതമായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ദേവാലയം, ഈ ദേശം അനുഗ്രഹീതമാണ്. മുഖവരകളില്ലാതെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഒരു വൈദികൻ ആകസ്മികമായി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭം എൻ്റെ സ്നേഹിതനായിരുന്ന ഒരു വൈദിക വിദ്യാർത്ഥി ജോൺ സ്ലീബ, ഇന്ന് കൊല്ലം ഭദ്രാസനത്തിലെ വൈദികനാണ്. അദ്ദേഹം കുറിച്ചു വച്ച ചില വരികൾ മുൻപൊരിക്കൽ ഞാനിവിടെ ചൊല്ലിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എങ്കിലും ക്ഷമിക്കുക, നിങ്ങൾ മുന്നിൽ ആലപിക്കുകയാണ്. തെന്നലിൻ താളം നിലച്ചു, പൊങ്കുലയൊന്നും മാറി പതിച്ചു, പൂവുകൾ കണ്ട് പൂക്കളായി തീരുവാൻ കൊതിച്ചയൻ മേനിയിൽ പൂവുകളുടെ ഭാരമേറിടുന്നു. ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയൻ ബാല്യകാല നാളുകൾ, അന്ത്യചുംബനങ്ങളാം വിലാപകാവ്യങ്ങൾ ഇന്നൻ യാത്രയ്ക്ക് വഴി ചൊല്ലിടുന്നു. കണ്ണുനീരിൻ മകനായി പിറന്ന് കണ്ണുകളിൽ പ്രകാശം പരത്തി ഇന്നിതായൻ മേനിയിൽ പതിക്കുന്നു വിലാപകീർത്തനങ്ങളാം കണ്ണുനീർത്തുള്ളികൾ. മണ്ണിൽ കളിച്ച നേരങ്ങളിൽ, മണ്ണപ്പം വച്ചു വിളമ്പിയ നേരങ്ങളിൽ മണ്ണുമേനിയിൽ പതിക്കുന്ന കഥകളൊന്നും ഞാൻ അറിഞ്ഞില്ല. മണ്ണുമേനിയിൽ പതിച്ച നേരം ഉയരുന്നു തേങ്ങൽ രക്തബന്ധങ്ങളിൽ. മണ്ണിൻ ഭവനത്തിൽ അതിഥിയായി കവാടം വച്ചു മൂടിയപ്പോൾ തനിച്ചായല്ലോ എന്നൊരു തേങ്ങൽ, തനിച്ചായല്ലോ എന്നൊരു തേങ്ങൽ, തനിച്ചായല്ലോ എന്നൊരു തേങ്ങൽ. പ്രിയപ്പെട്ടവരെ, ഒരു പിതാവ് മണ്ണിനോട് വിട പറയുമ്പോൾ, ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഏതൊരു മനുഷ്യനും ഉണ്ടാകാവുന്ന ദുഃഖമാണ് ഈ സൂചിപ്പിക്കപ്പെട്ടത്. പരിശുദ്ധ സഭയെ സംബന്ധിച്ച് നമ്മുടെ പിതാവ് ഇന്നും നമുക്ക് മധ്യസ്ഥനായുള്ളതുകൊണ്ട് നാം ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ നമ്മിൽ നിറയട്ടെ. ചിന്തകൾക്കായി നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു: മോശ യൗസേപ്പിൻ്റെ അസ്ഥികൾ എടുത്തുകൊണ്ടുപോന്നു. ഒരുപക്ഷെ എന്നിൽ നിന്ന് തന്നെ ഈ വേദവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എങ്കിലും അതിൻ്റെ പുതിയൊരു സത്ത പറഞ്ഞു വെക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. മോശ യൗസേപ്പിൻ്റെ അസ്ഥികൾ എടുത്തുകൊണ്ടുപോന്നു. ഇത് പറയാൻ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. നമ്മിൽ നിന്നും നമ്മുടെ പിതാവായ തോമസിൻ്റെ അസ്ഥികൾ, മാർത്തോമായുടെ അസ്ഥികൾ ഉറഹായിക്ക് യാത്ര ചെയ്തത് നമുക്കേവർക്കും അറിയാം. അതിൻ്റെ പെരുന്നാളാണ് ജൂലൈ 4-ാം തീയതി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ പൗരസ്ത്യ സഭ മുഴുവൻ ജൂലൈ 3 മാർത്തോമായുടെ പെരുന്നാളായി, അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ പെരുന്നാളായി സ്മരിച്ചു പോരുന്നത് എന്ന് നമുക്കേവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഈ വേദഭാഗം എടുത്തതെന്ന് ചോദിച്ചാൽ, ഈ സാഹചര്യങ്ങൾ തങ്ങളിൽ ഒരു വലിയ സാമ്യം കാണുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ തോമസിൻ്റെ അരുമ ശിഷ്യന്മാർ ആരോ ഉറഹായിലേക്ക് അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ എടുത്തുകൊണ്ടുപോയി എന്ന് നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള ചരിത്രം സ്ഥിരീകരിക്കുക. അതുപോലെ തന്നെയാണ് മിസ്രൈമ്യ അടിമ വീട്ടിൽ നിന്ന് ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പ്രയാണം ആരംഭിച്ച നാളിൽ മോശ ചെയ്ത ആദ്യ പ്രവൃത്തിയായി നാം കാണുന്നത് യൗസേപ്പിൻ്റെ അസ്ഥികൾ എടുത്തുകൊണ്ടു പോന്നു എന്ന് പറയുന്നത്. എന്ത് കാരണങ്ങൾ കൊണ്ടാകാം എടുത്തുകൊണ്ടു പോകുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കുമോ? നമ്മൾ തന്നെ ചിന്തിച്ചേ. ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ യൗസേപ്പിൻ്റെ കാലത്താണ് ഈ ഇസ്രായേൽ ജനത മിസ്രൈമിലേക്ക് ചെന്ന് എത്തപ്പെടുന്നത്. അതിന് 400 വർഷങ്ങൾക്ക് ശേഷമാണ് മോശ എന്ന പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ നടുവിൽ എഴുന്നേൽക്കുന്നത്. 400 വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് മോശ ഇസ്രായേലിൻ്റെ ഈ യൗസേപ്പിൻ്റെ അസ്ഥികൾ എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന വസ്തുത തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നിടത്ത് യൗസേപ്പിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 24-ാം വാക്യം, യൗസേപ്പ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ജോസഫ് എന്ന ആളുടെ 400 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന കുറേ അസ്ഥികളാണ്. ഈ പ്രോപ്പർട്ടിയെയാണ് മോശ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ദൈവം വിളിച്ചിറക്കിയപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഒരു പ്രോപ്പർട്ടിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, നിയമവശം പറഞ്ഞു എന്ന് പറയരുത്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആരൊക്കെ തങ്ങളിലാകണം ഉടമ്പടി എന്നാണ്. ഈ ഉടമ്പടി എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഇന്റർവ്യൂസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ജീവനുള്ളവർ തങ്ങളിലുള്ള ഒരു ഉടമ്പടി മൂലമേ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടക്കുകയുള്ളൂ. ഇവിടെ നോക്ക്, ആരൊക്കെ തങ്ങളില്ല പ്രോപ്പർട്ടി ഈ ഉടമ്പടി എന്ന് പറയുന്നത്? ജോസഫ് തൻ്റെ സഹോദരങ്ങളോട്, തൻ്റെ മക്കളോട് ചെയ്ത ഉടമ്പടി 400 വർഷങ്ങൾക്ക് ശേഷം ആരംഭിക്കുകയാണ്. അല്ലേ? ശ്രദ്ധിച്ചേ. ഇത്തിരി പരുക്കനായി പോകാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഇതേ ഒരു ട്രാൻസ്ഫർ മലങ്കരയുടെ മണ്ണിൽ നിന്ന് ഉറഹായിലേക്ക് പോയെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവവുമായുള്ള ഒരു ഉടമ്പടിയാണ് എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ജോസഫ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ്: ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അന്നാളിൽ നിങ്ങൾ എന്തു ചെയ്യണം? എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. എവിടേക്ക് കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്പഷ്ടമാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിനോടും ദൈവം സത്യം ചെയ്ത ദേശത്തേക്ക്, പൗരസ്ത്യ ദേശത്തേക്ക്. തോമസിന്റെ അസ്ഥികൾ ഈ മണ്ണിൽ ജീവിച്ചു, ഈ മണ്ണിൽ മരിച്ചു. പൗരസ്ത്യ ദേശത്തെ മുഴുവൻ അദ്ദേഹത്തിന്റെ സുവിശേഷവൽക്കരണത്തിന്റെ പ്രതീകമായി നിലനിർത്താൻ, റോമിന് കിഴക്കുള്ള സർവ്വദേശത്തെയും തോമസിന്റെ സിംഹാസനത്തിന് കീഴിൽ നിലനിർത്താൻ അദ്ദേഹത്തിന്റെ അസ്ഥികൾ ഈ മണ്ണിൽ സഞ്ചരിച്ചു എന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് നിത്യനായ ദൈവവും അവന്റെ സ്വന്തം ജനവും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് മറക്കാതിരിക്കട്ടെ, ഈ മണ്ണ്, അതായത് പൊങ്ങന്താനത്തെ മണ്ണ്, ദൈവവുമായി ചേർന്ന് ഒരു ഉടമ്പടി ചെയ്ത് ഈ മണ്ണിൽ തോമസിനെ പ്രതിഷ്ഠിച്ചിരിക്കുക.
അതുകൊണ്ട് തന്നെ നമ്മുടെ പിതാവിൻ്റെ ഈ സ്മരണ ഏറ്റവും അനുഗ്രഹകരമായി പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാവാം ഈ മോശ എന്ന ആ മഹാശ്രേഷ്ഠനായ മനുഷ്യൻ, ദൈവത്തെ മുഖാമുഖമായി ദർശിച്ച മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ എടുത്തത്? നമ്മൾ തന്നെ ഒരു പാട്ട് പാടാറുണ്ട്. ദൈവത്തിൻ തിരുനാമത്തിൽ ചൊന്നാൻ സോദരരോട് യൗസേപ്പ് അവസാനം മൃതിവേളയതിൽ മിസ്രയീമിൻ അസ്ഥികളും പോകേണം കൊണ്ടൻ പ്രിയരെ താങ്ങും നിങ്ങളെ നിഖിലേശൻ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എത്രയോ അനുഗ്രഹകരമായ. എന്തുകൊണ്ടാണ് ഈ അസ്ഥികൾ ഇങ്ങനെ സഞ്ചരിക്കപ്പെട്ടത്? ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞാബദ്ധത കൊണ്ടാണോ? യൗസേപ്പിൻ്റെ പ്രതിജ്ഞാബദ്ധത കൊണ്ടാണോ? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. വളരെ വേഗം അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ വേഗം പറഞ്ഞു പോകുന്നത്. നമ്മുടെയൊക്കെ മക്കൾ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ, മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്ന് കരുതുക, അമേരിക്കയിലേക്ക് പോയി നമ്മുടെ മക്കൾ. അവരിൽ ആരെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കാൻ നമ്മളെ അവിടെ കൊണ്ടുപോകുമ്പോൾ നാം അവിടെ വെച്ച് മരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ പറയുകയാണ്, മോളെ, മോനെ, ഒരു പക്ഷേ ഞാൻ ഈ മണ്ണിൽ ഇപ്പം തന്നെ മരിച്ചു പോയേക്കാം. എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ മോനെ, എൻ്റെ മോളെ, നാളെ ഒരു നാളിൽ ഞാൻ മരണപ്പെട്ടാൽ എന്നെ പൊങ്ങന്താനത്ത് കൊണ്ടുവന്ന് സെൻറ് തോമസ് പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ ചെയ്യുമോ? ചെയ്യാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ച്, ശാന്തമായി ചിന്തിച്ചാൽ മതി. ഒരിക്കലെങ്കിലും ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, നമ്മുടെ മക്കൾ രണ്ടു വട്ടം ആലോചിക്കും. എന്തുവാ? തൂക്കം നോക്കും, കിലോയ്ക്ക് വെച്ച് വിലയിടും, അല്ലേ? എയർലൈൻസുകാർ അവരത് ഇതൊക്കെ പറയും. വിവിധ എയർലൈൻസുകാരുടെ ഇത് നമ്മൾ നോക്കും, അവരെ എത്ര വെയിറ്റ്, എത്ര രൂപയ്ക്ക്, എത്ര ഡോളർ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുമെന്ന്, അല്ലേ? നമ്മുടെ മക്കൾ പറയാൻ സാധ്യത എന്താ? പിന്നെ അമ്മയുടെ ഒരു ആഗ്രഹം അവിടെ പോയി, അല്ലെങ്കിൽ അപ്പൻ്റെ ഒരു ആഗ്രഹം അവിടെ പോയി ഭാര്യയുടെ കൂടെ കിടക്കണം, അല്ലേ? വേണ്ട. വില നോക്കുമ്പോൾ വലിയ പാടാൻ തോന്നുന്ന നമ്മുടെ മക്കൾ ഒരു പക്ഷേ ആ മണ്ണിൽ, അമേരിക്കയുടെ മണ്ണിൽ നമ്മളെ അടക്കിന്നിരിക്കും. എന്നാലും ഒരു കാലത്ത് അവരാലോചിക്കുക, എൻ്റെ അമ്മ പറഞ്ഞതല്ലേ, നാട്ടിൽ കൊണ്ടുപോയി അമ്മയെ അവിടെ അടക്കിയാലോ? കുഴിമാടം പൊളിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും സർക്കാരിൻ്റെ പ്രത്യേക അനുമതി, അസ്ഥി കൊണ്ടുപോകാൻ പ്രത്യേക ടിക്കറ്റ്. ചെയ്യുവാണ് മക്കൾ? നിങ്ങളൊരു മറുപടി പറ. കേട്ടിട്ട് തുടർന്നങ്ങോട്ട് പോയാലോ നമുക്ക്? നമ്മുടെ അസ്ഥികൾ, ഞാൻ പറയും, ഒരിക്കലും ഈ വാക്കിൻ്റെ മാത്രം ബലത്തിലല്ല യൗസേപ്പിൻ്റെ അസ്ഥികൾ സഞ്ചരിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം കണ്ടത്, അദ്ദേഹം സ്വപ്നം കണ്ടത്, അദ്ദേഹം ജീവിതാനുഭവങ്ങളിൽ പഠിച്ചത് ഇതൊന്നുമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരെ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കളെ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചിട്ട് ദൈവം നിങ്ങളെ സന്ദർശിക്കും ഒരു നാളിൽ എന്ന് അദ്ദേഹം ആ ലോകത്തോട്, ഇസ്രായേൽ ജനത്തോട് പ്രവചിച്ചത് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അസ്ഥികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളാം. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, യൗസേപ്പിൻ്റെ അസ്ഥികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് ചില കാഴ്ചകൾ കണ്ട അസ്ഥിയാണ്. എന്താണ്? ചില കാഴ്ചകൾ കണ്ട അസ്ഥി. യോസഫിന്റെ അസ്ഥി ചില കാഴ്ചകൾ കണ്ടു. എന്ത് കാഴ്ചകളാ കണ്ടേ? ജോസഫിന്റെ അപ്പനാരാ? യാക്കോബ്. യാക്കോബ് ലാബാന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകുന്ന ഒരു രാത്രിയുണ്ട്. ആ രാത്രിയിൽ ഒരു രാത്രി സഞ്ചരിച്ചവൻ തിരിച്ചറിയുന്നു, ലോകം മുഴുവൻ കീഴടക്കി അപ്പന്റെ അനുഗ്രഹങ്ങളും വാങ്ങി ഇനി ലോകത്തെ മുഴുവൻ ജയിക്കാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയവൻ ആ രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയാണ്. എപ്പോഴാ? അവനെ തല മണ്ണോട് ചേർത്ത് വെച്ചപ്പോൾ. എല്ലാം നേടിയവന് അന്തി ഉറങ്ങാൻ ഇടമില്ലെന്ന് കണ്ട രാത്രിയിൽ അവൻ തന്റെ തല മണ്ണോട് ചേർത്ത് വെച്ചപ്പോൾ അവനൊരു ദർശനം കണ്ടു. എന്ത് കണ്ടു? സ്വർഗത്തോളം എത്തുന്ന ഗോവേണി, അതിൽ ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു. അവൻ ലാബാന്റെ ഭവനത്തിലേക്ക് പോയി, അവിടെ പാർത്തു, അവിടെ ജീവിച്ച് അവന് 2 ഭാര്യമാരും 2 വെപ്പാട്ടികളും ഉണ്ടായി, 10-12 മക്കളുണ്ടായി, ആടും സമ്പത്തും ഒക്കെ വർദ്ധിച്ചു.
അമ്മായിയപ്പൻ്റെ അരികിൽ നിന്ന് അവൻ മടങ്ങി വന്ന നാളുകളിൽ ഒരു യാത്രക്കിടയിൽ അവൻ മടങ്ങി വരുമ്പോൾ ഒരു ദിവസം ലൂസ് എന്ന സ്ഥലത്തേക്ക് മടങ്ങി വന്ന് ദൈവം കാണിച്ച ദർശനം കണ്ട ആ മണ്ണിൽ അവൻ കല്ല് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച മണ്ണിൽ അവൻ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നത് കണ്ടു നിന്നവനാണ്, അതിൻ്റെ കാഴ്ചക്കാരനാണ് യൗസേപ്പ് എന്ന് ഞാൻ പറയും. എന്താ കണ്ടത്? ഒരിക്കൽ ഒന്നുമില്ലാത്തവനായി മണ്ണോട് തല ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ കിടക്കുമ്പോൾ രാത്രിയിൽ ദൂതന്മാർ ഇറങ്ങി വന്ന് അവനെ ശുശ്രൂഷിക്കുന്നത്, അവൻ അത്ഭുതങ്ങൾ കാണിക്കുന്നത് അല്ലേ? ആ അത്ഭുതം കണ്ടവൻ ആ മണ്ണിൽ മടങ്ങി വന്ന രാത്രിയിൽ എന്തു ചെയ്യുന്നു? ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നത് കണ്ടു നിന്നവനാണ് ആര്? ജോസഫ്. തോമസിനെ കുറിച്ച് ചിന്തിച്ചേ അല്ലേ? ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനെ കണ്ട് തിരിച്ചറിഞ്ഞവൻ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ലോകത്തോട് ഉദ്ഘോഷിച്ചവൻ. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാഴ്ച, അതും ഇസങ്ങളുടെ നാടായ ഭാരതത്തിലേക്ക് യാത്ര ചെയ്യാൻ പുറപ്പെടുന്നതിന് മുൻപ് ദൈവം അവനെ ശക്തീകരിക്കുവാൻ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം. ഈ വചനം എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ലോകം യേശു തമ്പുരാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് തിരിച്ചറിയേണ്ടതിന് രണ്ടടയാളങ്ങൾ അവർക്ക് മുന്നിൽ തോമസിലൂടെ വെളിപ്പെടുത്തി. എന്താണ് ആ രണ്ടടയാളങ്ങൾ? അവന്റെ രണ്ട് ആണിപ്പഴുതുകൾ, അവന്റെ ചങ്കിലെ മുറിവ്. ഇത് മുഴുവൻ ലോകത്തോട് വെളിപ്പെടുത്താൻ ദൈവം ശക്തീകരിച്ച മനുഷ്യനാണ് ആര്? തോമസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാഴ്ച കണ്ടവന്റെ അസ്ഥി സഞ്ചരിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞത്. ഈ കാഴ്ച കണ്ടവന്റെ അസ്ഥി ചലിക്കാതിരിക്കില്ല. അത് എവിടെ വരെയാ? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം വരെയായിരുന്നു യൗസേപ്പിന്റെ അസ്ഥികൾ സഞ്ചരിച്ചതെങ്കിൽ, ഉറഹായുടെ മണ്ണിലേക്ക് പ്രിയ ശിഷ്യൻ വഹിച്ചു കൊണ്ടുപോയ തോമസിന്റെ അസ്ഥി അവിടെ നിൽക്കുമോ? അവിടെ അവസാനിക്കുമോ? ഇല്ല. അത് സ്വർഗീയ കനാനോളം, പാലും തേനും ഒഴുകുന്ന സ്വർഗീയ കനാനോളം, രണ്ടാം യെരൂശലേമോളം സഞ്ചരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ചിന്ത ഞാൻ അവസാനിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തോമസിന്റെ അസ്ഥി ചില കാഴ്ചകൾ കണ്ട അസ്ഥിയാണ്. യൗസേപ്പിന്റെ അസ്ഥി ചില കാഴ്ചകൾ കണ്ടതാണ്. അതുകൊണ്ടാണ് 400 വർഷങ്ങൾക്ക് ശേഷം യൗസേപ്പിന്റെ അസ്ഥികൾ സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തോമസിന്റെ അസ്ഥികൾ 200-300 വർഷങ്ങൾക്ക് ശേഷം ഉറഹായോളം തന്റെ പ്രിയ ശിഷ്യനാൽ സഞ്ചരിക്കപ്പെട്ടത്. 2, തോമസിന്റെ അസ്ഥികൾക്ക് ചില ദർശനങ്ങൾ നൽകാൻ കഴിയുമായിരുന്നു. തോമസിന്റെ അസ്ഥികൾക്ക് ചില ദർശനങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. എന്തായിരുന്നു ഞാൻ പറഞ്ഞു വെക്കാം. അതുതന്നെയായിരുന്നു യൗസേപ്പിന്റെ അസ്ഥികളുടെയും പ്രത്യേകത. ജോസഫും ഒരുപാട് സ്വപ്നം കണ്ടു. എന്ത് സ്വപ്ന? ഒരുപാട് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു. എന്തായിരുന്നു അവൻ്റെ വ്യാഖ്യാനം? പരിചയമുള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ യോസഫിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയാം. ജോസഫ് ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. അവൻ പറഞ്ഞു, വയലിൽ നാം കറ്റ കൊയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അതാ എൻ്റെ കറ്റകൾ എഴുന്നേറ്റ് നിൽക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ കറ്റകൾ എൻ്റെ കറ്റയെ നമസ്കരിക്കുന്നു. പോരെ? അത് മാത്രമോ? അപ്പനോട് അവൻ പോയി പറയുക, അപ്പാ ഞാനൊരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു. അപ്പൻ എന്താ വേദവസ്തം പറയുന്നത് അറിയാം? അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു അപ്പൻ. പക്ഷെ ഒരു പക്ഷേ അവനെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു കാണും. നീ എന്താടാ പറയുന്നത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ നമസ്കരിക്കുമെന്നാണോ? ജോസഫ് എന്താ പറഞ്ഞത്? അതാ അവൻ മരിക്കാൻ നേരവും പറഞ്ഞത്, ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും ഒരു നാളിൽ
ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ നമസ്കരിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ ചെയ്യണമെന്ന് അവൻ നിഷ്കർഷിക്കുകയായിരുന്നു എന്നൊരു പക്ഷേ അവൻ ദർശനം കാണുകയായിരുന്നു എന്ന് ഞാൻ പറയും. തോമസ് എന്ത് സ്വപ്നം കണ്ടേ? ഇന്ന് നിങ്ങൾ വായിച്ചു കേട്ട പ്രമേയോൻ സത്രാഭാഗത്ത് നിങ്ങൾ കേട്ടിരിക്കും. ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് വരുമ്പോൾ അവനെ ഈ മണ്ണിലെ രാജാവ് ഗോണ്ടഫോറസ് എന്ന രാജാവ് അദ്ദേഹത്തെ കൊട്ടാരം പണിയാൻ ഏൽപ്പിച്ചു. തോമസിനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കഥയൊക്കെ നിങ്ങൾ വായിക്കണം. തോമസിൻ്റെ പ്രവർത്തികൾ എന്നൊരു പുസ്തകമുണ്ട്. AD 220 230 ഇടയ്ക്ക് എഴുതപ്പെട്ട ഒരു പുസ്തകമാണത്. അത് ഗ്രീക്കിലും സിറിയക്കിലും ലഭ്യമാണ്. സുറിയാനി പഠിക്കുന്നവർ അതിൻ്റെ ഒരു ഭാഗം പഠിക്കാതെ സുറിയാനി പൂർത്തിയാക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയുക, അദ്ദേഹത്തെ വിറ്റത് ക്രിസ്തുവാണെന്നാണ് കഥ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ആ സാമ്യമുണ്ട്. അത് ഞാൻ പിന്നെ പറയാം, ഒടുവിൽ സമയമുണ്ടെങ്കിൽ ഞാനത് പറയാം. നോക്കിയേ, ഈ നാട്ടിലേക്ക് വന്ന, ഈ മണ്ണിലേക്ക് വന്ന അദ്ദേഹത്തെ ഗോണ്ടഫോറസ് രാജാവ് കൊട്ടാരം പണിയാൻ ഏൽപ്പിച്ചുകൊണ്ട് പണക്കിഴികളും ധനവും സ്വർണങ്ങളും ഒക്കെ തോമസിനെ ഏൽപ്പിച്ചു. തോമസ് എന്തു ചെയ്തു? അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന പൗരസ്ത്യ കാതോലിക്ക ഈ അടുത്ത കാലത്ത് പ്രസംഗിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. രാജാവ് ഏൽപ്പിച്ച ധനവും മറ്റും പാവപ്പെട്ടവർക്കായി വിതരണം ചെയ്തിട്ട് ഈ മണ്ണിൽ രാജാവിനോട് സ്വർഗത്തിലെ കൊട്ടാരം ദർശനം കാണിച്ചു കൊടുത്ത ഒരു മഹാപുരോഹിതന്റെ സിംഹാസനത്തിലിരിക്കുന്ന പൗരസ്ത്യ പിതാവ് പറയുകയാണ്, അങ്ങനെ ജീവിക്കാൻ എനിക്ക് സാധിച്ചോ എന്നെനിക്ക് സംശയമുണ്ടെന്ന്. മലങ്കര സഭയുടെ പൗരസ്ത്യ കാതോലിക്ക, പുതിയ കാതോലിക്ക അരുളി ചെയ്ത ഒരു വാക്കാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്തിലെ കൊട്ടാരം ഗോണ്ടഫോറസിനെയും അവൻ്റെ സഹോദരങ്ങളെയും ആ കൊട്ടാരത്തിലെ ആളുകളെയും ദർശനം കാണിച്ചു കൊടുത്തിട്ട് അവരെ ക്രൈസ്തവ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ശ്രേഷ്ഠ പിതാവിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇവിടെ നിർവഹിക്കുന്നത്. മറന്നു പോകാതിരിക്കട്ടെ. എന്ത് ദർശനങ്ങളാണ് നമുക്കുള്ളത്? ആരോടെങ്കിലും ഒരു ദർശനത്തെക്കുറിച്ച്, ഒരു സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറയുവാൻ, അല്ലെങ്കിൽ ജോസഫ് കണ്ടതുപോലെ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എൻ്റെ ദൈവത്തെ നമസ്കരിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം, തലമുറകളോട് പറഞ്ഞു പഠിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള എന്ത് സ്വപ്നങ്ങളാണ് നമ്മുടെ തലമുറയ്ക്കുള്ളത്? വേണ്ടേ സ്വപ്നങ്ങൾ? വേണം. മലയാള ഭാഷയ്ക്ക് മാമ്പഴം എന്ന കവിത നൽകിയ വൈലോപ്പള്ളി ശ്രീധരമേനോൻ എന്ന കവിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. മലയാള ഭാഷയിൽ അദ്ദേഹം എഴുതിയ മാമ്പഴം എന്ന കവിത എത്രയോ സുന്ദരമാണ്. ആ കവിതയുടെ കഥ നിങ്ങൾക്കറിയാം. എന്തായിരുന്നു ആ കവിതയുടെ കഥ? അതിൽ ഒരു കുഞ്ഞു ബാലൻ തൻ്റെ അമ്മയുടെ അരികിലേക്ക് ആ വീടിൻ്റെ മുറ്റത്ത് ആദ്യമായി കായ്ച്ച പൂത്ത മാവിൻ്റെ പൂക്കുലയും ഒടിച്ചു കൊണ്ടുവരുമ്പോൾ അമ്മ ആ മകനോട് പറയുക, മോനെ, എന്നാലും നീ അത് ഒടിച്ചു കളഞ്ഞല്ലോ. അമ്മയുടെ മനോവിഷമം കണ്ടവൻ അമ്മയോട് തിരികെ പറയുന്ന വാക്ക് ഇതാണ്: മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. അവൻ ആ വെറും മണ്ണിലേക്ക് ആ പൂക്കുല എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ആ സാഹിത്യകാരൻ പറഞ്ഞു വെക്കുകയാണ്, ഈ കുഞ്ഞിൻ്റെ, ഈ ഉണ്ണിയുടെ വാക്കുകൾ കൊണ്ട് ആ കവി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. നിങ്ങൾ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാണ് കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണാൻ നിങ്ങൾക്ക് കഴിയണം. മരിച്ചു പോകുമെന്നല്ല, ചിലത് ലോകത്തിനു വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ചിലത് സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. ആകണ്ടേ? എങ്ങനെയാ കവിത ആരംഭിക്കുന്നത്? അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. എന്തുകൊണ്ടാ? ആ മാവിൽ നിന്ന് ആദ്യത്തെ മാമ്പഴം വീഴുമ്പോൾ അത് പറക്കാൻ
ആ മണ്ണിൽ ആ ഉണ്ണി, ആ കുഞ്ഞ് ഉണ്ടായിരുന്നില്ല. ഓർക്കുക, സ്വപ്നങ്ങൾ ചിലത് നമ്മൾ കാണണം. സ്വപ്നങ്ങൾ ചിലത് ലോകത്തിനു വേണ്ടി നമ്മൾ ബാക്കി വെക്കണം. നമ്മൾ കേട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. പൗലോ കൊയ്ലോ എന്ന വിശ്വസാഹിത്യകാരൻ എഴുതി വെക്കുമ്പോൾ ലോകത്തോട് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ച ഒരു സന്ദേശം ഇതാണ്: നിന്റെ സ്വപ്നങ്ങളെ സാധൂകരിക്കാൻ പ്രപഞ്ചം മുഴുവൻ നിനക്ക് കൂട്ടുനിൽക്കും. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പഴഞ്ചൊല്ലായി പറഞ്ഞു വെച്ചത്, ആകാശത്തോളം സ്വപ്നം കാണൂ, കുന്നോളം കിട്ടുമെന്ന്. ആകാശത്തോളം സ്വപ്നം കാണൂ, കുന്നോളം നമുക്ക് ലഭിക്കുമെന്ന്. തീർച്ചയായും നമ്മുടെ പിതാവ് കാട്ടിത്തന്ന അല്ലേ ചില സ്വപ്നങ്ങളുണ്ട്. ഇന്നു രാത്രി എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മീഡിയ വഴി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരിക്കുന്ന എന്നെ ശ്രവിക്കുന്നവരെ, തോമസിന്റെ പെരുന്നാൾ ഈ മണ്ണിൽ ആഘോഷിക്കപ്പെടുമ്പോൾ നമുക്ക് ചില കാഴ്ചകൾ ഉണ്ടാകണം. നമ്മുടെ തലമുറകൾക്ക് ചില കാഴ്ചകൾ നമ്മൾ പങ്കുവയ്ക്കണം. എന്താണ് ആ കാഴ്ചയെന്ന് ചോദിച്ചാൽ, അപ്പനൊരു നാളിൽ മണ്ണിനോട് തല ചേർത്തു വെച്ച് സങ്കടപ്പെട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞ നാളിൽ ആകാശത്തുനിന്ന് ദൂതന്മാർ ഇറങ്ങി വന്നു എന്ന് തന്റെ തലമുറകളോട് പറഞ്ഞു വെച്ചിട്ട്, മോനെ, ഇതാ എന്നെ നടത്തിയ ദൈവത്തെ ഈ മണ്ണിൽ യാഗം കഴിച്ച് ഞാൻ സ്തോത്രമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുവാൻ കഴിയണം. ഈ കാഴ്ച നമ്മുടെ തലമുറകൾ കണ്ടു വളരട്ടെ. മാത്രമോ, സ്വപ്നം കാണാൻ നമ്മുടെ തലമുറകളെ നമ്മൾ പഠിപ്പിക്കട്ടെ. എന്തു സ്വപ്നമാണ് കാണേണ്ടത്? സ്വർഗത്തിൽ നിനക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന കൊട്ടാരം നമ്മുടെ തലമുറകൾ സ്വപ്നം കാണട്ടെ. നമ്മുടെ പിതാവ് ഈ മണ്ണിൽ നമുക്ക് കാണിച്ചു തന്ന ദർശനമാണതെന്ന് മറക്കാതിരിക്കട്ടെ. മണ്ണിലെ സമ്പാദ്യങ്ങൾ മുഴുവൻ ലോകത്തിലെ സാധാരണക്കാർക്ക് വിറ്റുകളഞ്ഞവൻ സ്വർഗത്തിൽ പണിത കൊട്ടാരത്തിൽ ഭാരതത്തിൽ അദ്ദേഹത്തിന്റെ മക്കൾ നിലനിൽക്കുന്നത് കാണാൻ ഇടവരട്ടെ. അങ്ങനെ ഒരു സ്വപ്നം നമ്മുടെ തലമുറകൾക്കുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. ഒരു കഥ പറഞ്ഞുകൊണ്ട്, ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതിങ്ങനെയാണ്. ഞാൻ സെമിനാരിൽ 3-ാം വർഷം പഠിക്കുന്ന കാലത്താണ് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ഒരു സഹോദരി, അവൾ ഹൈദരാബാദ് അപ്പോളോയിൽ നേഴ്സിംഗിൻ്റെ ബോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഏപ്രിൽ മാസം 1-ാം തീയതി, ഏപ്രിൽ മാസം 7-ാം തീയതി അവളുടെ ബോണ്ട് തീരാനിരിക്കുക. ഏപ്രിൽ മാസം 1-ാം തീയതി അവൾ തൻ്റെ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. 8 മണിയായപ്പോൾ അവൾക്കൊരു ഫോൺ കോൾ വന്നു, മോള് ഇവിടെ വരെ വരണം, നിന്റെ ബ്ലഡിൻ്റെ കൗണ്ടിലൊരു വേരിയേഷനുണ്ട്. അവൾ ഏപ്രിൽ ഫൂളാക്കുകയാണെന്ന് കരുതി അനങ്ങാതിരുന്നു. അരമണിക്കൂറുകൾക്ക് ശേഷം അവൾക്ക് വീണ്ടും ഫോൺ വന്നു. അവൾ ചെന്നു. 7-ാം തീയതി ബോണ്ട് തീരേണ്ടവൾ ഏപ്രിൽ 9-ാം തീയതി തിരിച്ചറിയുന്നു തനിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന്. ഏപ്രിൽ 17 വരെയുള്ള ആ ഹൈദരാബാദ് അപ്പോളോയുടെ പരിശോധനകൾക്കൊടുവിൽ വിധി എഴുതുകയാണ്, അവൾക്ക് ലുക്കീമിയയാണ്. അന്നു തന്നെ ഉപ്പാപ്പനൊക്കെ ചേർന്ന് അവളെ നാട്ടിൽ കൊണ്ടുവന്നു. അന്നു തന്നെ അവൾ തിരുവനന്തപുരത്ത് RCCയിൽ അഡ്മിറ്റായി. നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ടുള്ളവർക്കറിയാം, മെഡിക്കൽ കോളേജിന് പ്രധാന കവാടം കടന്നു കഴിഞ്ഞാൽ ഉടനെ വലത്തുവശത്ത് മെഡിക്കൽ കോളേജ്, ഇടതുവശത്ത് ശ്രീചിത്ര, വലത്ത് സൈഡിൽ വീണ്ടും SAT, അമ്മയുടെയും കുഞ്ഞിൻ്റെയും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആശുപത്രി, തുടർന്ന് RCC, ലെഫ്റ്റ് സൈഡിൽ RCC. ഇങ്ങനെ ആശുപത്രി ഇങ്ങനെ നിരന്നു പോവുകയാണ്. അവിടെ അവൾ 6 മാസം ട്രീറ്റ്മെൻ്റ് എടുത്തു. 7.5 ലക്ഷം രൂപ ചെലവഴിച്ചു. തലയിലെ മുടി മുഴുവൻ കൊഴിഞ്ഞു. 6 കീമോകൾക്കൊടുവിൽ മുട്ടക്കൊച്ചായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അവൾ മടങ്ങി വന്നു. പിന്നീട് തുടർ ചികിത്സയാണ് 2 വർഷത്തെ. അതിനിടയിൽ ഒരു ദിവസം അവളോടൊപ്പം ഞാനും ആശുപത്രിയിൽ പോയി. അവിടെ വെച്ച് പോയിട്ടുള്ളവർക്കറിയാം, ആശുപത്രിയിൽ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ മരുന്ന് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടോക്കൺ തരും. നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുക.
ടോക്കൺ വിളിക്കുമ്പോൾ നമുക്ക് അകത്ത് ചെല്ലാം, മരുന്നെടുക്കാം, പോകാം. കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞിൻ്റെ രക്ഷകർത്താക്കളിൽ ഒരാൾക്ക് അകത്ത് ചെല്ലാം. അല്ല, മുതിർന്നവരാണ്, അവർ ഒമിറ്റ് ചെയ്യാൻ ഛർദ്ദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരാൾക്ക് ഈ 50 പൈസയുടെ കിറ്റുമായിട്ട് കയറി ചെല്ലാം. അതായിരുന്നു അവിടുത്തെ രീതി. ഇവൾ ഒമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും അവളോടൊപ്പം അകത്ത് ചെന്നു. അപ്പോഴാണ് ഒരപ്പൻ്റെ തോളിലിരുന്ന ഒരു കുഞ്ഞ് പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. എന്താ പറയുന്നതെന്നറിയാവോ? കൈ സിസ്റ്ററിൻ്റെ നേരെ തിരിച്ചു വെച്ചിട്ട്, തല നേരെ എതിർ സൈഡിലേക്ക് തിരിച്ചു വെച്ചിട്ട് പറയുക, കുത്തിച്ചോ കുത്തിച്ചോ, എനിക്ക് വേദനിച്ചെന്നില്ല, എനിക്ക് എൻ്റെ വാവയെ കാണാൻ പോകണം. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അപ്പൻ്റെ കൈകളിൽ ഇരുന്ന് 2 കാലുകൾക്കും വൈകല്യം സംഭവിച്ചൊരു കുഞ്ഞ്. ആദ്യത്തെ കീമോ കഴിഞ്ഞു, രണ്ടാമത്തെ കീമോയ്ക്കായി 3 ദിവസം കൊണ്ട് ഈ RCCയിൽ കയറി ഇറങ്ങുന്ന ഒരു പിതാവ് ആ അപ്പൻ്റെ തോളത്തിരുന്നു കൊണ്ട് ആ കുഞ്ഞ് പറയുകയാണ്, കുത്തിക്കോ കുത്തിക്കോ, എനിക്ക് വേദനിക്കുന്നില്ല, എനിക്കെൻ്റെ വാവയെ കാണാൻ പോകണം. അപ്പനോട് ചോദിച്ചു, ആരാണ് ഈ വാവ? അപ്പോഴാണ് അപ്പൻ പറയുന്നത്, അച്ഛാ, അന്ന് ഞാൻ ഈ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് നടക്കുന്നതുകൊണ്ടാണ് ബ്രദറെ, അച്ഛാന്നാ വിളിച്ചേ അദ്ദേഹം. അച്ഛാ, ഞങ്ങൾ 3 ദിവസമായി 2ാമത്തെ കീമോ എടുക്കാൻ ഈ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ നടക്കുക? ഈ കുഞ്ഞൊന്നും കഴിക്കത്തില്ല, ആൺകുഞ്ഞാ, 3 വയസ്സുണ്ട്. അതുകൊണ്ട് സിസ്റ്റർ ഇങ്ങനെ കയ്യിലൊക്കെ തട്ടി, വെയിൻ കിട്ടുന്നില്ലല്ലോ, കൊണ്ടുപോയിട്ട് നല്ലവണ്ണം ഭക്ഷണവും കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തിട്ട് നാളെ രാവിലെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞ് പറയുന്നത്, കുത്തിക്കോ കുത്തിക്കോ, എനിക്ക് വേദനിക്കുന്നില്ല, എനിക്കെൻ്റെ വാവയെ കാണാൻ പോകണം. ആരാണ് ഈ വാവ ചോദിച്ചവൻ പറയുക, ഇന്നലെ രാത്രി ഈ കുഞ്ഞിൻ്റെ അമ്മ തൊട്ടപ്പുറത്ത് മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുഞ്ഞിന് ജന്മമേകി. അതിനെ കാണാൻ പോകാനുള്ള വ്യഗ്രതയിൽ അവൻ്റെ സർവ്വവേദനകളും അവൻ മാറ്റിവെച്ചിട്ട് കൈ നേരെ സിസ്റ്ററിന് നേരെ നീട്ടിവെച്ചിട്ട് പറയുക, കുത്തിക്കോ കുത്തിക്കോ, എനിക്ക് വേദനിക്കുന്നില്ല, എനിക്കെൻ്റെ വാവയെ കണ്ടാ മതി. തോമസ് എന്ന കർത്താവിൻ്റെ ശിഷ്യൻ ഈ മണ്ണിൽ വന്നത് നമ്മെ പോലെയുള്ള ഈ വാവമാരെ തേടിയാണ്. ഈ മണ്ണിൽ സുവിശേഷവുമായി അദ്ദേഹം വന്നത് കൊല്ലപ്പെടുമെന്ന് കർത്തൃശിഷ്യനായ അവൻ മനസ്സിലാക്കിയിട്ടും സകല പ്രതികൂലങ്ങളെയും വെടിഞ്ഞ് ഈ മണ്ണിൽ അവൻ വന്നത് നമ്മെ ദൈവരാജ്യത്തേക്ക് കൊണ്ടുപോകാനാണ്. അവന്റെ സഹോദരങ്ങളായ നമ്മെ കാണാനാണ്. പൊങ്ങന്താനത്തിന്റെ മണ്ണിൽ ഇന്നവൻ ഇറങ്ങി നിൽക്കുന്നത്, അവന്റെ അസ്ഥികൾ ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നത് സഹോദര സഹോദരി നിന്നെ കാണാനാണ്. മറക്കാതിരിക്കട്ടെ, നീ ഒരു ദർശനം കാണാൻ വേണ്ടിയാണ്. നിന്റെ അസ്ഥികൾ സ്വർഗത്തോളം സഞ്ചരിക്കാൻ വേണ്ടിയാണ്. അവന്റെ ചങ്കിലേക്ക്, അവന്റെ വിരിമാറിലേക്ക് കുന്തം കുത്തിയിറക്കിയവർ ആർത്തട്ടഹസിക്കുമ്പോ അവൻ ഈ മണ്ണിൽ പിടഞ്ഞ് 3 ദിവസം കിടന്നെങ്കിൽ അവൻ വേദന അനുഭവിച്ചത് നമ്മോട് സുവിശേഷം പറയാനാണെന്ന് പൊങ്ങന്താനത്തുകാരെങ്കിലും മറക്കരുത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അവന്റെ ദർശനങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാം. അവൻ വിരിച്ചു വെച്ച മാർവ് നമുക്ക് ചാരാനുള്ളതാണെന്ന് മറക്കാതിരിക്കട്ടെ. അവൻ മുറിവേറ്റത് നമുക്കൂടെ വേണ്ടിയാണെന്ന് നമ്മൾ മറക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ദർശനം കാണുന്ന ഒരു സമൂഹമായി നാം മാറട്ടെ. കാഴ്ചകൾ നമ്മുടെ തലമുറകൾക്ക് പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്നതിന് ആദരണീയനായ ബഹുമാനപ്പെട്ട നിങ്ങളുടെ വികാരി കൂടിയായിരിക്കുന്ന വർഗീസ് ജോഷുവ അച്ഛനോടും എന്നെ ശ്രവിച്ച പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വികാരിയെ അത്യുന്നതങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആദരണീയ വ്യക്തിത്വമായി തീരുവാൻ ദൈവം അദ്ദേഹത്തെ പ്രാപ്തനാക്കട്ടെ. നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അതിന് നമ്മെയും അദ്ദേഹത്തെയും ഈ കേൾക്കുന്ന ഏവരെയും സജ്ജരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൂത് നൽകിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് ജോർജ് അച്ഛനോടുള്ളതായ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നമ്മുടെ സമീപ ഇടവകയായ അസംഷൻ പള്ളി ഇടവകയിലെ വികാരി ബഹുമാനപ്പെട്ട ബിനീഷ് അച്ഛൻ ഇവിടെ നമ്മളോട് കൂടെ ഉണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനോടും അദ്ദേഹത്തോടു കൂടെ വന്ന പള്ളി കൈക്കാരനോടുമുള്ളതായ പ്രത്യേകമായ സ്നേഹവും
നന്ദിയും അറിയിക്കുകയാണ്. ഇനി നമുക്ക് നടക്കുവാനായിട്ടുള്ളത് നമ്മുടെ പ്രദക്ഷിണമാണ്. സാധാരണ നമ്മൾ പൊങ്ങന്താനം കുരിശടിയിലേക്ക് പോയി അവിടെ നിന്ന് തിരികെ വരുന്നതായ ഒരു പതിവാണ് ഉള്ളത്. എന്നാൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നാം അത്രമാത്രം വലിയ ഒരു പ്രദക്ഷിണം നടത്തുന്നില്ല. നമ്മുടെ പടിഞ്ഞാറ് വശത്തെ സ്റ്റെപ്പ് ഇറങ്ങി തെക്കോട്ട് യാത്ര ചെയ്ത് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ആ ടേണിങ്ങിൽ നിന്ന് വീണ്ടും ഇടത്തേക്ക് വന്ന് ഈ വീണ്ടും പടിഞ്ഞാറ് വശത്തൂടെ അകത്തേക്ക് കയറുന്നതായ ഒരു പ്രദക്ഷിണമാണ് നാം ക്രമീകരിച്ചിരിക്കുന്നത്. മനസ്സിലായി എന്ന് തോന്നുന്നു. വടക്കേ മുറ്റത്തുകൂടെ ഇറങ്ങി പടിഞ്ഞാറ് വശത്തൂടെ ഇടത്തേക്ക് തെക്ക് വശത്തേക്ക് പോയി കുരിശൻ തൊട്ടിയിലേക്ക് എല്ലാവരും പോകുന്നില്ല. പ്രദക്ഷിണത്തിൻ്റെ മുൻഭാഗം നേരെ വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് പള്ളിയുടെ വടക്ക് വശത്തേക്ക് വന്ന് പടിഞ്ഞാറ് വശത്തൂടെ അകത്ത് പള്ളിയുടെ മേൽമുറ്റത്ത് പ്രവേശിച്ച് പള്ളിക്ക് ഒരു പ്രദക്ഷിണം വച്ച് തെക്കേ വാതിൽ വഴി അകത്ത് കയറുകയാണ്. എന്നാൽ പ്രദക്ഷിണത്തിൻ്റെ പിൻഭാഗം മേൽക്കട്ടി പള്ളിയുടെ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് വരുമ്പോൾ പ്രദക്ഷിണം അവിടെ നിർത്തണം. വൈദികരും ശുശ്രൂഷക്കാരും കുരിശൻ തൊട്ടികൾ പോയി ധൂപപ്രാർത്ഥന നടത്തി തിരികെ വരുന്നിടം വരെയും പ്രദക്ഷിണം അവിടെ നിൽക്കേണ്ടതാണ് എന്നുള്ളതായ കാര്യം ഓർപ്പിക്കുകയാണ്. പ്രദക്ഷിണത്തിൻ്റെ ക്രമീകരണം ഇപ്രകാരമായിരിക്കും. ഏറ്റവും മുമ്പിലായി തടിക്കുരിശ് വഹിച്ചുകൊണ്ട് പോകണം. അതിനുശേഷം അതിൻ്റെ പിന്നിലായി വെട്ടുകുടകൾ, അതിന് പിന്നിലായി മുത്തുകുടകൾ വഹിച്ചുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ രണ്ട് വശങ്ങളിലായി രണ്ട് ലൈനായിട്ട് പോകേണ്ടതാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ വാഹനം ഉണ്ടായിരിക്കുന്നതാണ്. പട്ടക്കാർക്ക് അല്ലെങ്കിൽ മേൽക്കട്ടിക്ക് മുമ്പായിട്ട് ഏറ്റവും മുമ്പിലായി ചെണ്ടമേളം ഉണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും മുമ്പിലായിട്ടായിരിക്കും ചെണ്ടമേളം. അതിൻ്റെ പിറകിൽ കുരിശ്, വെട്ടുകുടകൾ, അതുപോലെ തന്നെ തീവട്ടി പന്തം എടുക്കുന്നുണ്ടെങ്കിൽ അത്, അതിനുശേഷം രണ്ട് ലൈനായിട്ട് മുത്തുകുടകൾ വഹിച്ചുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ രണ്ട് നിരയായി നീങ്ങേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ പട്ടക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ മേൽക്കട്ടിക്ക് മുമ്പിലായി ഈ വലിയ കുരിശുകൾ വഹിച്ചുകൊണ്ട് ആളുകൾ നിൽക്കണം എന്നുള്ളതായ കാര്യം ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം ഒരിക്കൽ കൂടെ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. കോവിഡിൻ്റെ ദിനങ്ങളാണ്. എല്ലാവരും മാസ്ക് ധരിക്കണം, സാമൂഹ്യ അകലം പാലിച്ചിരിക്കണം ഈ പ്രദക്ഷിണത്തിൽ ഉടനീളം. അങ്ങനെ പ്രദക്ഷിണം പള്ളിക്കുള്ളിൽ പ്രവേശിച്ച് ഇവിടെ വെച്ച് ധൂപപ്രാർത്ഥനയും ആശീർവാദവും ഉണ്ടായിരിക്കും. ആശീർവാദത്തിന് ശേഷം നിങ്ങൾ നേർച്ച ഇവിടെ ഭണ്ഡാരത്തിൽ ഇട്ടതിന് ശേഷം അവരവരുടെ ഖബറിൻ്റെ സൈഡിലേക്ക് ചെന്ന് നിൽക്കുകയും അവിടെ വെച്ച് നമ്മുടെ പൂർവികർക്ക് അവരുടെ ഖബറിങ്കൽ ധൂപപ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷം മാത്രമായിരിക്കും ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രമീകരണങ്ങളിൽ നിങ്ങളെല്ലാവരും ഭക്തി നിർഭരമായി അതേ സമയത്ത് തന്നെ സൂക്ഷ്മതയോടും പങ്കെടുക്കണം എന്നുള്ളതായ കാര്യം വളരെ വിനയത്തോടെ
ഓർപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഏറ്റവും മുന്നിലായി ചെണ്ടമേളം പോകുന്നതായിരിക്കും. അതിന് പിന്നിലായി കുരിശ്, മരക്കുരിശ്, വെട്ടുകുടകൾ, തീവട്ടി, അതിനുശേഷം 2 ലൈനായി സ്ത്രീ പുരുഷന്മാർ മുത്തുകുടകൾ വഹിച്ചുകൊണ്ട് അകലം പാലിച്ച് ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കണം. പടിഞ്ഞാറ് വശത്തുകൂടെ ഇറങ്ങി വീണ്ടും കറങ്ങി പടിഞ്ഞാറ് വശത്ത് വന്ന് തെക്കുവശം വഴി പള്ളിക്ക് ഒരു പ്രദക്ഷിണം നടത്തി തെക്കുവശത്തെ വാതിൽ വഴി അകത്തേക്ക് പ്രവേശിക്കണം. വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതിന് വേണ്ടുന്നതായ ക്രമീകരണങ്ങൾ ചെയ്യണം. ഇവിടെ പള്ളിക്കുള്ളിൽ ഗായക സംഘം പാട്ടുകൾ പാടുന്നതാണ്. നേരത്തെ തന്നെ ഓർപ്പിച്ചിരുന്നു, നമ്മുടെ സഹോദരി സഭയിലെ അസംഷൻ പള്ളിയിലെ ബഹുമാനപ്പെട്ട ബിനീഷ് അച്ഛനും അദ്ദേഹത്തിൻ്റെ കൂടെ കൈക്കാരനും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ ചുരുങ്ങിയ ഒരു പരിചയം മാത്രമേ അച്ഛനുമായിട്ട് ഉള്ളൂ എങ്കിൽ പോലും വളരെ ദീർഘകാലത്തെ ഒരു പരിചയത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. വളരെ സ്നേഹത്തോടും വിനയത്തോടും പെരുമാറുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഈ ദേവാലയത്തിലേക്ക് വളരെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവർക്കും വടക്കുവശത്തെ വാതിൽ വഴി ഇറങ്ങി പടിഞ്ഞാറേക്ക് അഭിമുഖമായി നിൽക്കാവുന്നതാണ്. പള്ളിക്കുള്ളിൽ ധൂപപ്രാർത്ഥനയെ തുടർന്ന് എല്ലാവർക്കും ഈ പ്രദക്ഷിണം പങ്കെടുക്കാവുന്നതാണ് എന്നുള്ളതായ കാര്യവും ഓർപ്പിക്കുന്നു. നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയ ഹാലേലൂയ നിന്മലമായി രാജഭാമിനിയോ മോഹിപ്പാൻ ഹാലേലൂയ ഹാലേലൂയ നിൻജനമോർക്കായി ഗ്രഹവും പാർക്കുമോ മെനോലം വാദാമുൽമോലം പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോ ഏകസുതൻ തൃക്കരങ്ങളിൽ അലിവാഴ്ത്തൻ പക്കലപേക്ഷയാണ് കേണം സ്തൗമെങ്കാലും മറിയാമിൻ സ്മരണം വരദായകമാകാൻ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ദൈവപ്രസവേത്രീ കന്യകമറിയാം ഉയരുന്നോയാൽ സുഖപരിമളധൂപം മുറിയോറാകി മേലയിലുവാതാടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളർത്ഥനയെ ഞങ്ങളിലാർദ്രത തോന്നിയ ഏകാത്മജനോട്
Gracias.
പാൻമാർ നീതി പ്രിയർ സിദ്ധ കോർമ്മ ഭവിക്കട്ടെ. മറിയാമിൻ സ്മരണം വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ കാൽമാവിനു കോട്ട. ദൈവപ്രസവിത്രീ കന്യക മറിയാമി ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ മശിഹായി കാൺമാധിപതേനി ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ. ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ. രാപ്പകലടിയങ്ങൾ കാശ്രയമങ്ങല്ലോ. മേലൂർ ശിലീമിൽ മശിഹാസന സവിധി സ്മൃതി വിശ്വാസികളാ മൃതരാർജിക്കട്ടെ. പാപം ചെയ്തേൻ പ്രാർത്ഥന കേട്ടൻപുടയോനി എൻ വിട പോക്കണമേ നാഥ. നിഖിലേശ കൃപ ചെയ്യുന്നിൽ. നയവാൻപന പോലെ തളിർത്തിടുമേ. ഹല്ലേലൂയ. വളരും അവൻ ലബനോൻ കാരികൾ പോ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ. ശുഭഹോല ബോലബുറോ വൽറൂഹു കാദീശോ. മെൻമോലം ആദാമുൽമോലം ഒൽവീനാമി. ഒരുപോലിങ്ങും മാർത്തോമാസീഹ. ഉണ്ടേ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. സൗമൻ കാലോസ് കുറിയിലായിസോ. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ. മശിഹായേ
കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾക്കു ഉന്നത പദമേറി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാൻ. സ്വർഗത്തിലെ മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും സ്തുതിഗീതങ്ങളിലും ഗാനാലാപനങ്ങളിലും ഇമ്പപ്പെടുന്നവനായ കർത്താവ്, നിങ്ങളുടെ സ്തോത്രങ്ങളെയും ആരാധനകളെയും ദൈവസന്നിധിയിൽ സ്വീകരിച്ച് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മല്ല നൽകി പാറയിൽ നിന്ന് ജലം നൽകി പോഷിപ്പിച്ചവനായ കർത്താവ്, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഇസ്രായേൽ ജനതയെ വഴി നടത്തിയവനായ ദൈവം, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും സ്വർഗീയ കനാനിലേക്ക് ആനയിക്കുകയും നിങ്ങളുടെ നിലവുകളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ പ്രയത്നങ്ങളെയും അവൻ സഫലീകരിക്കുമാറാകട്ടെ. ആമേൻ. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും തൻ്റെ ശിഷ്യരെ അയച്ചവനായ കർത്താവ്, നിങ്ങളുടെ പ്രയത്നങ്ങളെയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും നിങ്ങളുടെ നിലംപുരയിടങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ പ്രയത്നങ്ങൾക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കും 30, 60, 100 ഇരട്ടിയായി പ്രതിഫലം നൽകി നിങ്ങളെ സ്വർഗീയ കനാനിലേക്ക് ആനയിക്കുമാറാകട്ടെ. ആമേൻ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുന്ന നിങ്ങളേവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളെ പരേതരെയും പുണ്യപ്പെടുത്തട്ടെ. ആയത് പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ഈ ഇടവകയുടെ കാവൽ പിതാവും ഭാരതത്തിൻ്റെ അപ്പോസ്തലനുമായിരിക്കുന്ന മോർ തോമാസ് ലീഹായുടെയും മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായിരിക്കുന്ന മാർ ബസേലിയോസിൻ്റെയും മാർ ഗ്രിഗോറിയോസിൻ്റെയും മാർ ദിവന്നാസിയോസിൻ്റെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ ആമേൻ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. അനുഗ്രഹീതമായ പെരുന്നാളിൻ്റെ സന്ധ്യാനമസ്കാരവും പ്രദക്ഷിണവും വചന ശുശ്രൂഷയും സമാപിച്ചിരിക്കുകയാണ്. ഇന്ന് 2 കാര്യങ്ങൾ കൂടെ അറിയിക്കട്ടെ. ഇനി ഉടൻ നടക്കുവാൻ പോകുന്നത് നമ്മുടെ പരേതരുടെ അന്ത്യവിശ്രമം കൊള്ളുന്നതായ സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥനയാണ്. അതിനായി ഈ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും സെമിത്തേരിയിലേക്ക് നീങ്ങി അവരുടെ കബറിങ്കൽ നിൽക്കണം എന്നുള്ളതായ കാര്യം ഒന്നാമത് ഓർപ്പിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു നേർച്ചയായി വെടിക്കെട്ട് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ഒരു ചെറിയ രീതിയിലുള്ളതായ പടക്കം, ആകാശദീപ കാഴ്ച എന്നൊക്കെ ഇപ്പോൾ പറയും, അത് നടത്തുന്നതാണ്. അതിന് മുമ്പായിട്ട് അവിടെ അതിൻ്റെ സമീപത്തായിട്ട് നമ്മുടെ ഗ്രൗണ്ടിന് മുൻവശത്തായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നതായ 2-3 കാറുകളുണ്ട്. അത് അവിടെ നിന്ന് നീക്കണം എന്നുള്ളതായ കാര്യം ഓർപ്പിക്കുകയാണ്. നാളെ രാവിലെ 7:30 പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും നേർച്ച വിളമ്പും ആശീർവാദവും നേർച്ച വിളമ്പും ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതായ കാര്യം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ
നമുക്ക് ലേലം ഇല്ല എന്നുള്ളതായ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. പെരുന്നാളിൻ്റെ പിരിവുകൾ, ആദ്യഫലത്തിൻ്റെ പിരിവുകൾ, മറ്റ് പിരിവുകൾ ഒക്കെ നൽകുവാനായിട്ടുള്ളതായ അവസരമുണ്ട്. അത് നിങ്ങളെല്ലാവരും നൽകി ഈ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും സുഗമമായ നടത്തിപ്പിനാവശ്യമായിട്ടുള്ളതായ കൈത്താങ്ങലുകൾ നൽകണം എന്നുള്ളതായ കാര്യം ഓർപ്പിക്കുകയാണ്. നാളെ വിശുദ്ധ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികനായിരിക്കുന്നത് വന്യനായ തോമസ് പോൾ റമ്പാച്ചനായിരിക്കും. ഇന്ന് നമ്മുടെ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയതായ വന്യനായ വാഴക്കലച്ചനോടുള്ളതായ പ്രത്യേകമായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് ജോർജ് അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും ഇത്തരുണത്തിൽ അറിയിക്കുന്നു. ഈ പെരുന്നാളിൻ്റെ ശുശ്രൂഷ ഇത്രമാത്രം അനുഗ്രഹീതമാക്കി തീർത്ത നിങ്ങൾ ഏവരോടുമുള്ളതായ പ്രത്യേകമായ നന്ദി, സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ 2 ഇടവക വൈദികർ ഇവിടെയുണ്ട്. 2 പേര് വരുവാനായിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായ സാഹചര്യങ്ങളുള്ളതുകൊണ്ട് 2 പേരും വന്നില്ല. അവർക്കുള്ളതായ നന്ദി ഇപ്പോൾ അറിയിക്കേണ്ടതില്ല, അതുകൊണ്ടാണ് അറിയിക്കാത്തത്. ഇവിടെ കടന്നു വന്ന ഏവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും തുടർന്ന് സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥനയാണ് നടത്തുന്നത്. അതിനുശേഷം നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഓർപ്പിച്ചുവല്ലോ. രാവിലെ 7:30 പ്രഭാത നമസ്കാരം, തുടർന്ന് കുർബാന, ആശീർവാദം, നേർച്ച വിളമ്പ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. അതിലും ഈ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് പങ്കെടുക്കണം എന്നുള്ളതായ കാര്യം ഓർപ്പിക്കുന്നു. കൈമുത്തില്ല. എല്ലാവരും നേർച്ചകൾ സമർപ്പിച്ച് ഇപ്പോൾ സെമിത്തേരിയിലേക്ക് പോകാവുന്നതാണ്. ഹൂസോയോ പ്രാപിക്കുവാനായിട്ട് ഉള്ളവർക്ക് ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം അതിനുള്ളതായ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ചർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലൂയ ഹാലേ ലൂയ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേലൂയോ ഹാലേലൂയ. യും ഞാൻ ഉപദേശിച്ചിടുവീ സാക്ഷിയെയും ഓലം വാദമുൽ ഓലം വൽമീൻ. ശുചിയുടെ ശുദ്ധ്യാസ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുദ്യാനദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം. സൗമൻ നിർമ്മേലമദ്ബഹായിൽ ശുശ്രൂഷിച്ചോരാം വൈദികരെ പിഞ്ചിൽ ശുഭോലാവോല ബൊറോവൽ റൂഹോ കാദീശോ. മഹാനാളിൽ ഓർത്തുമുഖപ്രഭയേകേണമേ മുറിയോറാകൻ മേലൈനുവം ആചാര്യേശ മഷികാഗോദാശ.
സ്തോമൻ കാലോസ് പാർക്കുമോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും ഒഴിച്ചും മാഞ്ഞു പോകാത്ത നിധിയും സദാ നേരത്തും ഇടപെടാതർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ കൃപയാൽ മനുഷ്യരായ ഞങ്ങളെ ദൈവികരാക്കി തീർക്കുവാൻ വേണ്ടി മനുഷ്യനായി തീർന്ന ദൈവവും തൻ്റെ വത്സല ശിഷ്യനും സ്ലീഹായുമായ പരിശുദ്ധ മാർത്തോമായ ഞങ്ങൾ രാജ്യത്തിലേക്ക് അയച്ച് മരണത്തിൽ നിന്നും പ്രകാശ മാർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും പരിശുദ്ധ സഭയെ സ്ഥാപിച്ചതിൽ ഞങ്ങളേവരെയും ഉറപ്പിച്ച് ഇന്നേവരെയും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്ത നല്ല ഉടയവനായ കർത്താവിന് സകല വാഗ്യോർമ്മയടിയങ്ങ് നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതി ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബുക്കുൽഹൂനിയോമോ കർത്താവേ, നീ ഉദയം ചെയ്ത് ആകാശമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ ഗബ്രിയേലും മീഖായേലും നിന്റെ മുമ്പാകെ കിന്നരങ്ങളെടുക്കുകയും ആ സമയം പാറകൾ പിളരുകയും കവറുകൾ തുറക്കപ്പെടുകയും മൃതന്മാർ എഴുന്നേൽക്കുകയും സൂര്യൻ അന്ധകാരപ്പെടുകയും ചന്ദ്രൻ മറിഞ്ഞു പോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമാകുകയും ലോകത്തിന്റെ സന്ധിബന്ധങ്ങൾ ഇളകുകയും സൃഷ്ടികളുടെ ബന്ധം ഛേദിക്കപ്പെടുകയും ഭൂമി വാഴും ശൂന്യവുമായി തീരുകയും ആകാശം ഒരു പുതപ്പ് പോലെ ചുരുട്ടപ്പെടുകയും ചെയ്യും. കാരുണ്യവാനായ കർത്താവ് ശംശിക ഭയങ്കര സമയത്ത് അനിശ്ചിതത്വത്തിന്റെ ആ നേരത്തെ ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയ നിന്റെ ദാസരോട് ദൈവ തോന്നുമാറാകണമേ. അവരുടെ ന്യായവിധിക്ക് നീ തുനിയരുതേ. നീ ഉത്തമനും ദാനങ്ങളിൽ സമ്പന്നനും മനുഷ്യസ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. ജഡപ്രകാരം മരിച്ച തന്റെ മരണം മൂലം സകല ഭാരേതിനെ ജീവിപ്പിച്ച ജീവനുള്ളവനും സകല ആത്മാക്കളുടെയും ജനങ്ങളുടെ നാഥനും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും കരയേറ്റുകയും ചെയ്യുന്നവനും സകല ജലങ്ങളുടെയും പ്രാണനും തന്റെ കയ്യിൽ സ്ഥിതി ചെയ്യുന്നവനുമായ കർത്താവേ, സകല പരേതരെയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ബാർഖുമോർ ഹോശോ മവ്കൂല സുബാൻ ലെവൽ ബാർഖുമോ ദൈവത്തിൽ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. ശുഭഹോലാബുലബുറോവൽ റൂഹു കാദീശോ. ശരണത്താലേ നിൻ കൃപയിൽ ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. അവരവർ ഉയരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എൻ്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്വോ